ഹായ് ഫ്രണ്ട്സ്, ഒരു ഓട്ടിസം അവസ്ഥയിലുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ നീഡുള്ള അവസ്ഥയിലുള്ള കുട്ടിയുടെ സഹോദരീ സഹോദരന്മാർ എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനം തന്നെയാണ് അവർക്കുള്ളത്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരു രക്ഷിതാവ് തന്നെയാണ് ഈ സിബ്ലിങ്സ്. ഈ സ്പെഷ്യൽ നീഡുള്ള കുട്ടി എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നത്, അതേ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ കുട്ടി ഈ സഹോദരീ സഹോദരന്മാരുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ്. ഈ ഓട്ടിസം അവസ്ഥയിലുള്ള കുട്ടി ജനിക്കുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഈ സിബ്ലിങ്സ് ജനിക്കുന്ന സമയം മുതൽ ഈ സ്പെഷ്യൽ നീഡുള്ള കുട്ടിയുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് ദിവസം അവർക്ക് കൊടുക്കേണ്ടത്, എന്തൊക്കെ ബിഹേവിയറൽ ഇഷ്യൂസാണ് അവർക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ സാധിക്കും മുതലായ എല്ലാ കാര്യങ്ങളിലും രക്ഷിതാക്കളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ കുട്ടികളും ഇതെല്ലാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ സിബിലിങ്സിനോളം മറ്റാർക്കും സാധിക്കില്ല. പോകെ പോകെ രക്ഷിതാക്കൾ ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ ഈ സിബിലിങ്സ് ഈ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഒരു അവസരത്തിൽ ഈ രക്ഷിതാക്കൾക്ക് ഈ സ്പെഷ്യൽ നീഡുള്ള കുട്ടിയെ എവിടെയെങ്കിലും ഏൽപ്പിച്ച് പോകേണ്ട ഒരു സന്ദർഭം വന്നു കഴിയുമ്പോൾ ഏറ്റവും വിശ്വസിച്ച് ഏറ്റവും സുരക്ഷിതരായിട്ട് ഇവരെ ഏൽപ്പിച്ചു പോകാൻ നമുക്ക് സാധിക്കുക ഈ സിബിലിങ്സിനെ തന്നെയാണ്. അത് ഈ സഹോദരീ സഹോദരന്മാർ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ നീഡുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു ഓൾ.